ഇന്ന് പുന്നിയൂർക്കുളത്തുള്ള ലവ് ലാബ് മോണ്ടിസോറി സ്കൂളിലെ മക്കൾ നമ്മുടെ അക്വാപോണിക് സിസ്റ്റങ്ങളും അതുപോലെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളൊക്കെ കുറിച്ച് പഠിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അവരുടെ കാഴ്ചകൾ നമുക്കിന്ന് കാണാം. ഇത് ഗൗരാമിയുണ്ട്, തിലാപ്പിയുണ്ട്, കരിമീനുണ്ട്. മനസ്സിലായോ? ആ, കുറേ മീനുകളല്ലേ? കുറേശ്ശെ ഇട്ടോട്, കുറേശ്ശെ. കുറേശ്ശെ ഓരോന്ന്. ആ, അത് കഴിക്കണം. പിന്നെ താഴെ വെച്ചു, താഴെ വെച്ചു. കഴിക്കണ്ട. ഇത് തിലാപ്പിയുണ്ട്, കരിമീനുണ്ട്, ഗൗരാമിയുണ്ട്. കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും, കുറേശ്ശെ എടുക്കും, കുറേശ്ശെ കൊടുക്കും, കുറേശ്ശെ ഗൗരാമി. അതിൽ ബ്ലാക്ക് കഴിക്കും. കുറേശ്ശെ എടുത്താൽ മതി, കുറേശ്ശെ എടുത്താൽ മതി കേട്ടാ. കുറച്ചെടുത്താൽ മതിടാ, ഒരു പിടി വാര്. കുറച്ചെടുത്താൽ മതി. കുറേശ്ശെ ഇട്ടു. വിഴരുത് അതിൽ കേട്ടാ. എന്തൊക്കെ കണ്ടപ്പോ അപ്പൊ സൂപ്പർ. പിന്നെന്താ കണ്ടത്? ഡോഗിനുണ്ട്, പൂച്ചനുണ്ട്, പിന്നെന്താണ്ട് കോഴിനുണ്ട്. ചെടി വളരെ എന്തൊക്കെ വേണോ? വെള്ളം വേണം, മണ്ണ് വേണം, വെള്ളം വേണം, വെയിൽ വേണം അല്ലെ, ചൂട് വേണം. ഓക്കെ. പക്ഷേ ഇവിടെ മാമ കൃഷി നടത്തുന്നത്, ആ മാമ എങ്ങനെ കൃഷി നടത്തുന്നത്? മണ്ണുണ്ടോ അതില്? മണ്ണിന്റെ വേറെ എന്തായിട്ടുള്ളത്? കല്ല്. മാമ ഡെയിലി അതിന് വെള്ളം നനച്ചു കൊടുക്കൂല. മാമ അവിടെ ഒരു സൂത്രം കാണിച്ചു വെച്ചിട്ട്. എന്ത് സൂത്രം അറിയോ? നമ്മളിപ്പോ മീനിന് തീറ്റ കൊടുത്തില്ലേ, അപ്പൊ മീൻ വലുതാവും. പിന്നെ മീൻ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്താവും? വേസ്റ്റ് പുറത്തള്ളൂല്ലേ, അപ്പിടൂലേ? അതിന് പറയും വിസർജിക്കാന്ന് പറയും അല്ലേ? അപ്പൊ അതെന്താണ്? അതിങ്ങനെ അതിൽ കെടുക്കുമ്പോ എന്താവും? മീനിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. ആ പൈപ്പിൽ കൂടെ ഒക്കെ വന്നിട്ട് എല്ലാ ചെടിയുടെ താഴെ പോയിട്ട് തിരിച്ച് അങ്ങനെ തന്നെ വരും. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ അറിയോ? ചെടിക്ക് എന്ത് കിട്ടും? ഫുഡ് കിട്ടും. എന്താ? പിന്നെ മാത്രല്ല, ആ കല്ലിലൂടെ ഒക്കെ കടലിൽ ഇങ്ങനെ പോകുമ്പോ വെള്ളം ഉണ്ടാവും, ക്ലീൻ ആവും. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ പേരെന്താ അറിയോ? ഒരു നമ്മള് കൃഷി നടത്തുന്ന കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ വെറുതെ മുളച്ചതായിരുന്നു അല്ലേ? മനുഷ്യന്മാര് കാട്ടിലെ കാലം തിരിഞ്ഞ് കഴിച്ചില്ലേ? പിന്നെ കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലേ? പിന്നെ മനുഷ്യന് എന്തുണ്ട്? ഇന്റലിജൻസ് ഉണ്ട് അല്ലേ? നല്ല ബുദ്ധി ഇല്ലേ മനുഷ്യന്? അപ്പൊ മനുഷ്യന് എന്ത് ചെയ്യുന്നത്? പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരികയാണ്, പുതിയ സൂത്രങ്ങൾ കൊണ്ടുവരികയാണ് അല്ലേ? അതിലുള്ള നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഫുഡ്, ഇനിയിപ്പോ ചെടി എന്താണെങ്കിലും കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇവിടെ? മീനുണ്ട്, പച്ചക്കറി ഉണ്ട്, പുറത്തുനിന്ന് വാങ്ങിക്കണ്ടല്ലോ. പിന്നെ പുറത്തെ ഫുഡിൽ എന്താ ഉണ്ടാവുക? ചെടിയിലൊക്കെ അവരെന്തടിക്കും? വിഷടിച്ചിട്ട് തരൂ അല്ലേ? ഇതാവുമ്പോ നല്ല ഫുഡ് നമുക്ക് കഴിക്കാം.
ഓക്കെ, അപ്പൊ നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ? അപ്പൊ കുറച്ച് സ്ഥലമല്ലേ വേണ്ടു. അപ്പൊ ഈ മാമനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നു. മിളകൊക്കെ കണ്ട നിങ്ങള്? മിളക് കണ്ടു, പിന്നെ ചേമ്പ് കണ്ട, നമ്മൾ റൂട്ടിലൊക്കെ പഠിച്ചില്ലേ? ആ വലിയ ഒരു എല്ലാം നിൽക്കുന്നത് കണ്ടില്ലേ? അതിന്റെ ആ ചെടി ഏതാണ്? ചേമ്പ്. നമ്മള് റൂട്ടിലെ ചേമ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, പിന്നെ അവിടെ തൂങ്ങിക്കിടക്കുന്നത് എന്താ? മേലെ സൂപ്പർ. അപ്പൊ ബീൻസ് ഉണ്ടാക്കി. പിന്നെ അതെന്താ? വെള്ളരിയാണോ? വെള്ളരി ഇതെന്താന്നറിയാ? നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ ഇതെന്താ ഇതെന്താ ചെയ്യണ്ടേ നമ്മള്? ഇത് ഈ ഒരു ഇത് വേസ്റ്റ് ആണ്, നമ്മൾ ഭക്ഷിക്കുന്നതിന്റെ ബാക്കി കണ്ടാ, അത് ഇതിലിടുക ചെയ്യാം. മനസ്സിലായാ? ചകിരിച്ചോറ്. മക്കളെ മാറിക്കും. ഇതിൻ്റെ താഴെ ഒരുപാട് ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് എന്നിട്ട് പുഴുക്കളുണ്ടാവും. മനസ്സിലായാ? ഇതുണ്ടാ, ഈ പുഴുക്കളാണ് ഇതൊക്കെ ഭക്ഷിക്കുന്നത്. ബ്ലാക്ക് സോൾജർ എന്ന് പറഞ്ഞിട്ടൊരു ഈച്ച ഉണ്ട്. ആ ഈച്ച വന്നിട്ട് മുട്ടയിടുമ്പോ അതിന്റെ ലാർവ നമ്മൾ ബട്ടർഫ്ലൈയുടെ സൈക്കിൾ പഠിച്ചില്ലേ? പ്യൂപ്പ ഉണ്ടാവണ പഠിച്ചില്ലേ? അതിന്റെ മുന്നേ എന്തുണ്ടാവും? കാറ്റർ പില്ലർ ഉണ്ടാവില്ലേ? ആ കാറ്റർ പില്ലർ ആണിത്. അപ്പൊ അവിടെ അതിന്റെ പേരാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ. മനസ്സിലായോ? എന്താ പറയാ? ബ്ലാക്ക് സോൾജർ ഫ്ലൈ. അത് വന്നിട്ട് ഇതിലാണ് എഗ് ചെയ്യുന്നത്. ഇതിൽ വന്ന് എഗ് ചെയ്യുമ്പോൾ ധാരാളം കുഞ്ഞി പുഴുക്കളുണ്ടാവും. ഈ പുഴുക്കളാണ് നമ്മൾ ഇടുന്ന ഇതൊക്കെ തിന്നിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത്. നമ്മൾ കഴിക്കാം. അതാ ഈ പുഴുക്കളെ നമ്മൾ കോഴികൾക്ക് കൊടുക്കും, മത്സ്യങ്ങൾക്ക് കൊടുക്കും. അതുപോലെ കൊടുക്കണ്ട. ഇതാണത്. എല്ലാം ഇടാം, എല്ലാ വേസ്റ്റും ഇടാം. അങ്ങോട്ട് കൊട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. എല്ലാം ഇടാം.